ഹായ് എല്ലാവർക്കും നോളജ് ഡൈജസ്റ്റിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എലോൺ മസ്കിൻ്റെ പുതിയ വാർത്ത $1 ട്രില്യൺ അദ്ദേഹത്തിന് പ്രതിഫലം ടെസ്ല കമ്പനിയിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞതിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചാണ്. എലോൺ മസ്ക് ഇതിനൊക്കെ അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനുള്ള കഴിവുള്ള ഒരു ഓൾറെഡി ഈ ടെസ്ല അല്ലാണ്ട് സ്പേസ് എക്സിൻ്റെ മൾട്ടി പ്ലാനറ്ററി സ്പീഷീസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഒരു സെൽഫ് സസ്റ്റെയിനിങ് മാർസിലൊരു സിറ്റി കൊണ്ടുവരാം, അങ്ങനത്തെ കുറേ ഗോൾസായിട്ട് വേറെയുണ്ട്. ന്യൂറോ ലിങ്ക് പറഞ്ഞൊരു കമ്പനിയുടെ നമ്മുടെ ബ്രെയിനിൽ തന്നെ ചിപ്പ് കുത്തിവെച്ച് നമ്മൾ രീതിയിൽ നമ്മൾ മനുഷ്യൻ്റെ പ്രാവർത്തികം മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഒരിതുണ്ട്. ബോറിങ് ഈ ടണൽ ഉപയോഗിച്ചിട്ട് ഹൈ സ്പീഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാക്കാനുള്ള വേറെ പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ അതല്ലാണ്ട് ടെസ്ലയുടെ എനർജി, സോളാർ എനർജി, രീതിയിൽ ഇതൊക്കെ മാറ്റി മാർസിൽ നാളെ ഒരു കോളനി സ്ഥാപിക്കുമ്പോൾ അതൊക്കെ യൂസ് ചെയ്യാന്നുള്ള പറഞ്ഞിട്ട് പല വേറെ ഗോളുകളുമായി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് പ്രാബല്യമുള്ള അത് കാരണം ഇത് കൊടുക്കുന്നത് ശരിയെന്ന് പറയുന്ന മറ്റ് ചില ആളുകളും ഉണ്ട്. താങ്ക് യു.